ഹായ് വെൽക്കം ടു ദ വീഡിയോ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കെ എസ് ആർ ടി സിയുടെ മൂന്നാറിലുള്ള റോയൽ വ്യൂ ഡബിൾ ഡെക്കറിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അതിനെക്കുറിച്ചുള്ള ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. നമുക്ക് കെ എസ് ആർ ടി സി യാത്രക്കാരുടെ ഏപ്രിൽ മെയ് മാസത്തെ ഈ ഒരു വെക്കേഷൻ സീസണിലെ യാത്രക്കാരുടെ ബാഹുല്യം പരിഗണിച്ച് ആ, ഒരു സ്ലോട്ട് കൂടി രാവിലെ 6 മണിക്കുള്ള ഒരു സ്ലോട്ട് കൂടി പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന്റെ ബുക്കിംഗ് എടുക്കാനായിട്ട് നമുക്ക് കെ എസ് ആർ ടി സിയുടെ സൈറ്റിലേക്ക് കയറുക. KeralaRTC.com എന്ന് സെർച്ച് ചെയ്താൽ മതി. മൊബൈലിലാണെങ്കിലും അങ്ങനെ തന്നെ സെർച്ച് ചെയ്താൽ മതി. സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ KSRTCയുടെ സൈറ്റ് കിട്ടും. അതിൽ ബുക്ക് നൗ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പോപ്പപ്പ് വരുന്നത് ക്ലോസ് ചെയ്ത് കളയുക. ഇവിടെ നമുക്ക് ട്രാവലിംഗ് ഫ്രമിന്റെ അവിടെ മൂന്നാർ റോയൽ വ്യൂ എന്ന് സെർച്ച് ചെയ്യുക. മൂന്നാർ റോയൽ വ്യൂ എന്ന് സെർച്ച് ചെയ്യുക. നമ്മൾ മൂന്നാറിന് അടിക്കുമ്പോൾ തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്, മൂന്നാർ റോയൽ വ്യൂ ഡബിൾ ഡെക്ക് എന്ന് കാണിക്കുന്നുണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക. അതിന്റെ പേര് പ്രത്യേകം ശ്രദ്ധിക്കുക, മൂന്നാർ റോയൽ വ്യൂ ഡബിൾ ഡെക്ക് എന്നാണ്. എന്നിട്ട് നമ്മൾ ഇവിടെ ഇത് കൊടുക്കുമ്പോൾ തന്നെ ഗോയിങ് ടുവിന്റെ അവിടെ സൈറ്റ് സീയിങ് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ സൈറ്റ് സീയിങ് എന്ന് കാണിക്കും. അതിൽ നിന്ന് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് സെലക്ട് ചെയ്യുക. സെർച്ച് ബസ്സസ് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഇതാ ഇവിടെ കാണാം 4 സ്ലോട്ടുകളാണ് ഉള്ളത്. നേരത്തെ 3 സ്ലോട്ടാണ് ഉണ്ടായിരുന്നത്. രാവിലെ 9 മണിക്കാണ് സർവീസ് തുടങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ KSRTC ഇപ്പോൾ നമുക്ക് അറിയാം എന്താ ഇവിടെ ഓൾറെഡി 9 മണിയുടെ സ്ലോട്ട് 3 സീറ്റ് കൂടി ഇനി ഉള്ളൂ. അതുപോലെ വൈകുന്നേരം 4 മണിക്കുള്ള സ്ലോട്ടിൽ ഒരു സീറ്റേ ഉള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് ബുക്ക്ഡ് ആണ്. ഫുൾ എല്ലാ സീറ്റും പോയി കഴിഞ്ഞു. കണ്ടോ, എല്ലാ സീറ്റും പോയി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് KSRTC ഇപ്പം 6 മണിക്ക് പുതിയൊരു സ്ലോട്ട് കൂടി ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പ്രത്യേകിച്ചും ഈ ഒരു സ്ലോട്ട് ഭയങ്കര വൈബുള്ളൊരു സ്ലോട്ട് ആയിരിക്കും. കാര്യം 6 മണിക്ക് നമുക്കറിയാം മൂന്നാറിലെ ആ ഒരു മഞ്ഞും തണുപ്പും എല്ലാം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പറ്റിയ ടൈമാണ് ഈ രാവിലെ 6 മണിയുടെ ഒരു സ്ലോട്ട്. മഞ്ഞെല്ലാം ഇറങ്ങുന്ന ടൈമാണ്. പ്രത്യേകിച്ച് ഈ ബസ് പോകുന്നത് അത്രയും പ്രകൃതി മനോഹരമായിട്ടുള്ള ആ റൂട്ടിൽ കൂടെയാണ് ഈ ഒരു സർവീസ് പോകുന്നത്. അപ്പോൾ അപ്പോൾ 4 സ്ലോട്ടാണ്. 6 മണി, 9 മണി, 12:30, 16 മണി. 16 മണി എന്ന് പറയുമ്പോൾ വൈകുന്നേരം 4 മണി. ഇതിലെ സ്ലോട്ടാണ് ഉള്ളത്. ഇതിൽ ഈ 6 മണിയുടെ സ്ലോട്ടാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സീറ്റ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റും. ഇവിടെ കണ്ടോ, അതിൻ്റെ സമയം കാണിക്കുന്നുണ്ട്, ഡേറ്റ് കാണിക്കുന്നുണ്ട്, എത്ര മണിക്കാണ് തുടങ്ങുന്നത്, ഡ്യൂറേഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ വ്യൂ ഓൾ സിറ്റീസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഏത് വഴിയാണ് പോകുന്നതെന്ന് അറിയാൻ പറ്റും. മൂന്നാർ വ്യൂ, അതായത് മൂന്നാറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ലോക്ക്ഹാർട്ട് വ്യൂ, റോക്ക് കേവ്, പെരിയ കനാൽ വാട്ടർഫോൾസ്, ആനയിറങ്കൽ ഡാം, ഇത്രയും സ്ഥലങ്ങളാണ് ഇത് ഈ ഒരു ബസ് സർവീസ് നടത്തുന്നത്. അപ്പം മൂന്നാർ പോയിട്ടുള്ളവർക്കറിയാം, നല്ലൊരു പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് KSRTC ഈ റൂട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ടിക്കറ്റ് ഫെയർ വരുന്നത് ലോവർ ഡെക്കിന് 200 രൂപ. ഈ ഒരു ബസ്സിന്റെ പ്രത്യേകത നമ്മൾ നേരത്തുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ബസ് ഫുൾ ഒരു ഗ്ലാസ് ടൈപ്പ് ഓഫ് ബോഡിയാണ്, അതായത് ട്രാൻസ്പാരന്റ് ബോഡിയാണ്. നമുക്ക് അകത്തിരുന്ന് കഴിഞ്ഞാൽ പുറത്തേക്ക് മുഴുവനായിട്ട് കാണാൻ പറ്റുന്ന ട്രാൻസ്പാരന്റ് ടൈപ്പ് ഓഫ് ബോഡിയാണ്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫോട്ടോസ് കാണാൻ പറ്റും. മൂന്നാറിൽ ഈ അടുത്ത കാലത്താണ് ഈ ഒരു ബസ് സർവീസ് തുടങ്ങിയത്. അന്ന് മുതൽ തന്നെ എപ്പോഴും ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സാണ്. മൂന്നാർ വരുന്നവര് ഈ ഒരു ബസ്സിൽ ഈ ഒരു ബസ്സിന്റെ അകത്തുള്ളൊരു എക്സ്പീരിയൻസിന് വേണ്ടി മാത്രം വരുന്ന യാത്രക്കാർ പോലും മൂന്നാറിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ലോവർ ഡെക്കിൽ 200 രൂപയും അപ്പർ ഡെക്കിൽ 400 രൂപയാണ് ഫെയർ വരുന്നത്. ഒരു അറൗണ്ട് ഒരു 3 മണിക്കൂർ യാത്രയ്ക്ക് വരുന്ന ഫെയർ ആണ്. ലോവർ ഡെക്കിൽ 200ഉം അപ്പർ ഡെക്കിൽ 400. ഒരു നഷ്ടം ഉണ്ടാകത്തില്ല. അതിൽ അത്രയും വൈബായിട്ടുള്ളൊരു ജേണി ആയിരിക്കും. പ്രത്യേകിച്ച് 6 മണിയുടെ സ്ലോട്ട് ഇപ്പം KSRTC ഓപ്പൺ ചെയ്ത് ആ ഒരു വൈബ് ആസ്വദിക്കാനും മൂന്നാറിന്റെ മഞ്ഞും തണുപ്പും എല്ലാം ആസ്വദിക്കാനായിട്ടുള്ളൊരു ഓപ്ഷനായിട്ടാണ്. അപ്പൊ ഇതിനകത്ത് ഇനി സീറ്റ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സെലക്ട് സീറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അതിന്റെ സീറ്റിന്റെ ലേ ഔട്ട് കാണിക്കും. ഈ ലോവർ ഡെക്ക് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് താഴത്തെ നിലയുടെ ആണ്. അത് 200 രൂപയാണ്. അപ്പർ സീറ്റർ നമ്മുടെ മുകളിലത്തെ നിലയുടെയാണ്. അതാണെങ്കിൽ 400 രൂപയാണ്. ഡബിൾ ഡെക്കർ ബസ്സാണ്, 400 രൂപയാണ്. അപ്പൊ നമുക്ക് ഇതിൽ നോക്കുമ്പോൾ അറിയാം കുറേ സീറ്റ്സ് ബുക്കായി പോയിട്ടുണ്ട്. ബാക്കിയുള്ള സീറ്റ്സ് നമുക്ക് ഏത് സീറ്റാണ് നമുക്ക് കൺവീനിയന്റ് ആയിട്ട് ഉള്ളതെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ സീറ്റ് സെലക്ട് ചെയ്യുക. അപ്പൊ ഞാനൊരു സീറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കാണിക്കാം. അപ്പൊ ഞാൻ ഈ സീറ്റാണ് ബുക്ക് ചെയ്യുന്നത്. സീറ്റ് നമ്പർ 22 കൊടുത്തു. അപ്പൊ ഈ സൈഡിൽ ഇവിടെ മൂന്നാർ KSRTC ബസ് എന്നുള്ള ആ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക.
ഡ്രോപ്പിംഗ് പോയിന്റ് അതും അതിനകത്ത് ഡിഫോൾട്ടായിട്ട് വരുന്നുണ്ട്. അത് രണ്ടും അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. പ്രൊവൈഡ് പാസഞ്ചർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് പാസഞ്ചറിന്റെ പേര് കൊടുക്കുക. പേര് കൊടുത്തതിന് ശേഷം ഏജ്, ജെൻഡർ എന്ന കാര്യങ്ങൾ കൊടുക്കുക. എന്നിട്ട് പ്രൊസീഡ് ടു പേ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ താഴെ ബ്രേക്കപ്പ് കാണിക്കുന്നുണ്ട്. നമുക്ക് 400-ഉം പിന്നെ അതിന്റെ സർവീസ് ചാർജും ചേർത്ത് 415 രൂപയാണ് ടോട്ടൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും കൂടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങളുടെ ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും കൊടുക്കുക. പ്രൊസീഡ് ടു പേയ്മെന്റ് ഓപ്ഷൻസ് എന്ന് പറയുന്ന ആ സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ബിൽ ഡെസ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഈ പേയ്മെന്റ് നമുക്ക് ചെയ്യാനായിട്ട് കുറേ ഓപ്ഷൻസ് ഇവിടെ അവർ തരുന്നുണ്ട്. QR കോഡ് സ്കാൻ ചെയ്ത് വേണമെങ്കിൽ നമുക്ക് പേ ചെയ്യാം. UPI ID കൊടുത്ത് വേണമെങ്കിൽ പേ ചെയ്യാം. UPI ID ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഷോ QR കോഡ് കൊടുത്തിട്ട് നമ്മൾ ആ QR കോഡ് സ്കാൻ ചെയ്ത് ഫോണിൽ നിന്ന് പേയ്മെന്റ് കൊടുക്കുക. ഇനി ഫോണിൽ നിന്നാണെങ്കിൽ അവിടുന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ്ലി പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാം. അവിടുന്ന് തന്നെ ആ QR കോഡ് അല്ല UPI ID കൊടുത്ത് നമ്മുടെ ഫോൺ പേ ആപ്പിൽ പോയി പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെയാണ് ഈ പേയ്മെന്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ്. നമുക്ക് ബുക്കിംഗ് വളരെ ഈസിയാണ്. KSRTC സൈറ്റിൽ കയറുക, മൂന്നാർ റോയൽ വ്യൂ ഡബിൾ ഡെക്കറും സെർച്ച് ചെയ്യുക, പേയ്മെന്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീറ്റ് സെലക്ട് ചെയ്യുക, പേയ്മെന്റ് ചെയ്യുക. അപ്പം മൂന്നാർ വരെയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഈ ഒരു സർവീസ്, പ്രത്യേകിച്ചും 6 മണിയുടെ സ്ലോട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അത് ഭയങ്കര ഒരു വൈബുള്ളൊരു ട്രിപ്പായിരിക്കും. നിങ്ങൾ മൂന്നാറിന്റെ നിങ്ങൾക്ക് ഏറ്റവും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിപ്പായിരിക്കും. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇതുപോലെ കൂടുതൽ അപ്ഡേറ്റഡ് വീഡിയോസ് ഞാൻ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.